സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഘോര പ്രസംഗം നടത്തുന്ന ഹാഷ്മി എന്ന് പറയുന്ന ഒരു അവതാരകനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഹാഷ്മി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തൊരു കാര്യമുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എന്നാൽ ഹാഷ്മി ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വയനാട് വിഷയങ്ങൾ വന്നതിന് പിന്നാലെയാണ് കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയത്. എന്നാൽ അതിനുശേഷം വയനാട് വിഷയങ്ങൾ കഴിഞ്ഞ് പവർ കട്ടിൻ്റെ ഒരു സംഭവം, പവർ കട്ടിൻ്റെ ഒരു അവസ്ഥ എത്തിയപ്പോഴേക്കും ഹാഷ്മിയുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ ഹാഷ്മി ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നതെന്നുള്ളത് പുറത്തേക്ക് ചാടി വന്നു. ഒരാൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പോലെ തന്നെ ഒരു വ്യക്തിക്കുള്ളൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് നമ്മൾ ഒന്നും പറയുന്നില്ല, ഒരു തെറ്റുമല്ല. അത് എല്ലാവർക്കുമുള്ളൊരു മൗലിക അവകാശം, അല്ലെ മൗലിക കർത്തവ്യങ്ങളിലുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഒരു പാർട്ടിയെ മാത്രം ഊന്നി പിടിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയെ പറ്റി കുറ്റം പറയുക എന്ന് പറയുന്നത്, അതായത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എല്ലാം മോശമാക്കി കാണിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അതത്ര നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാഷ്മിയെ പറ്റി അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം KSEB ചെയ്യുന്ന പരിപാടികളെ പറ്റിയും ഇടതുപക്ഷം ചെയ്യുന്ന പരിപാടികളെ പറ്റിയും ഒക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് ഹാഷ്മി കുറച്ച് മെഴുകാൻ ശ്രമിച്ചപ്പോൾ, ഹാഷ്മിക്ക് റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള KSEBയുടെ ഒരു ഉദ്യോഗസ്ഥൻ MG സുരേഷ് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം മറുപടി കൊടുത്തു. അല്ലെ അദ്ദേഹം ആ ഹാഷ്മിയുടെ അന്നനാളവും വയറും ഒക്കെ നിറയ്ക്കുന്ന രീതിയിൽ, അല്ലെ അന്നനാളവും വായും ഒക്കെ നിറയ്ക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഇന്ന് ഹാഷ്മിയുടെ പെങ്ങളായിട്ടുള്ള കൊങ്ങിണിയായിട്ടുള്ള കുഞ്ഞിക്കുട്ടിയായിട്ടുള്ള സ്മൃതീശൻ ഇതേ ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഈ പറയുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അതായത് കറണ്ടിനെ പറ്റി എല്ലാം അറിയാവുന്ന, ഈ പറയുന്ന വൈദ്യുതി എന്ന് പറയുന്നൊരു സാധനം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ചിരുത്തിയിട്ട് ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ കുറ്റം പറയുമോ അതോ KSEBയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വൈദ്യുതിയിൽ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയണോ? അദ്ദേഹം ഈ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റിയേ പറയുള്ളൂ അല്ലേ? ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെ പറ്റി കുറ്റം പറയണം, അതിന് വേണ്ടിയിട്ട് അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറയാൻ ചാനൽ ചർച്ചയിൽ വിളിക്കുന്നത്. എന്നാൽ ആണത്തമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയും അയാൾ ഇടതുപക്ഷത്തിനെ കുറ്റം പറയാതെ എന്താണ് നമ്മുടെ നിലവിലെ സാഹചര്യം, എന്തുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിങ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ്. അപ്പോൾ അതിന് സ്മൃതിക്ക്, ഹാഷ്മിക്ക് കൊടുത്തതുപോലെ തന്നെ സ്മൃതിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ശക്തമായിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ സ്മൃതീഷൻ്റെ മെഴുകലുകൾ അതിന് മുൻപുള്ള ഈ ഒരു മാസം തുടങ്ങിയ അന്നു മുതൽ ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് വരെ, അല്ലെ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ വയനാട് വിഷയങ്ങളായിരുന്നു സ്മൃതീഷൻ്റെ ചർച്ചാ വിഷയം. അതിൽ നല്ല രീതിയിൽ പണി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആ വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് പവർ കട്ടിലേക്ക് പോയി. പവർ കട്ടിലേക്ക് പോകുമ്പോഴും അതിനും എതിർവശത്ത് നിൽക്കുന്ന ഒരു ആളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ പറയണം, തോന്നിവാസങ്ങൾ പറയണം, ഇടതുപക്ഷ സർക്കാരിനെ വളരെയധികം മോശക്കാരാണെന്ന് ചിത്രീകരിച്ച് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് സ്മൃതി കാണിച്ചു വെച്ച പരിപാടികളായിരുന്നു. അതേപോലെ തന്നെ നടപ്പിലാക്കാൻ നോക്കിയൊരു പരിപാടിയാണ് ഈ പറയുന്ന ലോഡ് ഷെഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത്. അതിന് സ്മൃതീശന് കിട്ടുന്നൊരു മറുപടി, അല്ലെ സ്മൃതീശന് കിട്ടുന്ന തിരിച്ചുള്ളൊരു അടി, അതെന്താണെന്നുള്ള വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന കരാർ നിങ്ങൾ റദ്ദാക്കുമ്പോൾ അതിന് ആ വിലയ്ക്ക് തന്നെ വൈദ്യുതി കിട്ടുമോ എന്ന പരിശോധന നടത്തിയില്ല. നമ്മൾ കണ്ടല്ലോ 2023 ഈ പറയുന്ന ദീർഘകാല കരാർ റദ്ദ് ചെയ്യുന്ന റെഗുലേറ്ററി കമ്മീഷൻ ആണല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തതിനെ പിണറായി സർക്കാർ റദ്ദ് ചെയ്തു നിങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ അതിനോട് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞു. നോക്കൂ, അതിൽ സംശയങ്ങൾ തീർത്തു പോകാം. അത് അന്നത്തെ കാലത്ത് അതാണ് സംശയം. റദ്ദാക്കൂ എന്ന് തന്നെയാണോ പറഞ്ഞത്, അതോ നടപടിക്രമങ്ങൾ ശരിയല്ല എന്നാണോ? അല്ല, അതായത് 2014 ടെൻഡർ നടപടിയുടെ ഭാഗമായി 2015 കരാർ വെക്കുന്നത്. 2015 കരാർ വെക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ, അതായത് TM മനോഹരനാണ് അന്നത്തെ ചെയർമാൻ. UDF കാലത്ത് ഉണ്ടായിട്ടുള്ള റെഗുലേറ്ററി കമ്മീഷൻ, ഞാൻ UDF റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയില്ല. കാരണം റെഗുലേറ്ററി കമ്മീഷൻ നിയമനത്തിനകത്ത് സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ചീഫ് സെക്രട്ടറി അതിനകത്ത് അംഗമാണ് എന്ന് കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയും അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിന്റെയും സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെയോ പ്രതിനിധിയും കൂടി ഉൾപ്പെടുന്ന 3 അംഗ പാനൽ തയ്യാറാക്കുന്ന 2 പേരിൽ ഓരോരുത്തരെ വെച്ചിട്ടാണ് റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കുക. അല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ റെഗുലേറ്ററി കമ്മീഷനായി നിയമിക്കാൻ കഴിയില്ല. ഈ പാനൽ തയ്യാറാക്കി തരുന്ന 2 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനേ പറ്റൂ. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ UDF റെഗുലേറ്ററി കമ്മീഷൻ ആണെന്ന് ഞാൻ പറയില്ല, LDF റെഗുലേറ്ററി കമ്മീഷൻ ആണെന്ന് പറയില്ല. അത് അവര് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് ഒരു പ്രോസസ് നടത്തി 2 പേരുടെ പാനൽ തരും. 2015 കരാർ വെക്കുന്ന സമയത്ത് അന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ ഇതിനകത്ത് സാങ്കേതിക പിഴവുണ്ട്, അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന സമീപനം സ്വീകരിച്ചപ്പോൾ ആ സമീപനം തൽക്കാലം ഒഴിവാക്കി നിങ്ങൾ കരാറുമായി മുന്നോട്ട് പോകാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിർദ്ദേശാനുസാരമാണ് KSEB അന്ന് കരാറിൽ ഒപ്പിട്ടത്. ആ കരാറിൽ ഒപ്പിട്ട ഉടൻ തന്നെ കരാർ നടപ്പാകണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവൽ വേണം. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവലിന് വേണ്ടി 2016 തന്നെ 15 തന്നെ
സമർപ്പിക്കപ്പെടുകയും ചെയ്തു കരാർ. അന്ന് ആ കമ്മീഷൻ മാറ്റിവെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 2023 അത് റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ ഹാജരായി ഏകദേശം 3/4 മണിക്കൂർ നേരം എന്തുകൊണ്ട് ഈ കരാർ റദ്ദാക്കരുത് എന്ന് ശക്തിയുക്തം വാദിച്ച ആളാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാരെങ്കിലും അക്കാലത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കുക. എനിക്ക് അറിയേണ്ടത് അപ്പോൾ ഈ പിഴവുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണോ നിങ്ങൾ പറഞ്ഞത്? അതായത് തകരാറ് തിരുത്തുക എന്നല്ല, യഥാർത്ഥത്തിൽ അതിനകത്തുള്ള സാങ്കേതിക പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ സാധനം തിരുത്താൻ ഒരിക്കലും കഴിയുന്നില്ല. ഒരു ടെൻഡർ നടപടി കഴിഞ്ഞ് അതിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞ് അതിന്റെ ലോവസ്റ്റ് എടുക്കുന്നതിന് പകരം സെക്കൻഡ് ലോവസ്റ്റും തേർഡ് ലോവസ്റ്റും ഒക്കെ എടുത്ത് കരാർ വെക്കുക എന്നതാണ് അന്ന് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് എന്ന് അന്നത്തെ UDF സർക്കാർ പറഞ്ഞിരുന്നു. റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ ഒരു ടെൻഡറിൽ ലോവസ്റ്റ് അല്ലാതെ സെക്കൻഡ് ലോവസ്റ്റും തേർഡ് ലോവസ്റ്റും ഒക്കെ ഇതിനോട് മാച്ച് ചെയ്യിപ്പിച്ച് കരാർ വെക്കുന്നത് നിയമപരമായി ശരിയാവില്ല, അംഗീകരിക്കാൻ കഴിയില്ല എന്ന സമീപനം സ്വീകരിച്ച് അതിനകത്ത് പിന്നെ ആ സാങ്കേതിക തകരാറ് ഒരിക്കലും തിരുത്താൻ കഴിയുന്നതല്ല. കേരളത്തിന്റെ പൊതുതാൽപര്യം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് അംഗീകരിക്കണം എന്ന സമീപനമാണ് കേരള സർക്കാർ ഇക്കാലത്ത് സ്വീകരിച്ചത്. പക്ഷേ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു കാര്യം സർക്കാർ സ്വീകരിക്കാൻ കഴിയൂ. കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് സർക്കാർ സബ്ജുഡീസ് എന്നതുപോലെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സർക്കാർ കാര്യം തീരുമാനിക്കാൻ കഴിയില്ല. റെഗുലേഷൻ കമ്മീഷൻ തള്ളിക്കഴിഞ്ഞപ്പോ കണ്ടില്ല. ഇനി അങ്ങോട്ട് സ്മൃതീശന് കിട്ടാൻ പോകുന്ന മറുപടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ ചുവന്ന മക്കൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേജിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ പിണറായി സർക്കാർ റദ്ദാക്കിയത് കൊണ്ടാണ് വൈദ്യുതി പ്രതിസന്ധി വന്നത് എന്നൊരു കള്ളക്കഥ ആദ്യം സതീശനാദികളും പിന്നീട് സ്മൃതീശനാദികളും കുറച്ച് ദിവസമായി എയറിലോട്ട് വിട്ടിരുന്നു. അതിൻ്റെയൊക്കെ വസ്തുത വിശദീകരിച്ച് കള്ളപ്രചാരണങ്ങളുടെ കാറ്റഴിച്ചു വിട്ടിട്ടുണ്ട് MG സുരേഷ് കുമാർ. കൂട്ടത്തിൽ ഇന്നലെ ഹാഷ്മിക്ക് കിട്ടിയതിന്റെ ബാക്കിയും മേടിച്ചു കൂട്ടുന്നുണ്ട് സ്മൃതി പരുത്തിക്കാട്. എന്തൊരവസ്ഥയല്ലേ? ബാക്കി കേട്ടു നോക്കാം. സെക്ഷൻ 108 ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 108 പ്രകാരം സംസ്ഥാന സർക്കാർ ഇങ്ങനെ സാങ്കേതിക പിഴവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ പൊതുതാൽപര്യം പരിഗണിച്ചുകൊണ്ട് ആ കരാർ പുനഃസ്ഥാപിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടു. 108ന്റെ അടുത്ത ക്ലോസ് 109 109ൽ റെഗുലേറ്ററി കമ്മീഷന് ഇത് സംസ്ഥാന സർക്കാർ ഇങ്ങനെ നയപരമായ നിർദ്ദേശം തന്നാൽ തിരിച്ച് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാം, ഇത് നിങ്ങളുടെ നയപരമായ നിർദ്ദേശം തന്നെയാണോ എന്ന് ചോദിക്കാം. ആണ് എന്ന് തിരിച്ചു വീണ്ടും പറഞ്ഞാൽ അത് നടപ്പാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥമാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് ബാധ്യസ്ഥമായിരിക്കുന്നു, അതുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കുന്നു എന്നതാണ് അവർ അതിനുശേഷം ഉത്തരവിട്ടത്. പക്ഷേ പോയപ്പോ സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ്, മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ സാധനം പുനഃസ്ഥാപിച്ചത്. തുക മാറിയില്ലേ? 4 രൂപ പോയി 4 രൂപ 29 പൈസയോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഇതിനകത്ത് ഘടകം. കാരണം 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുന്നു എന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ 10 രൂപ കൊടുക്കുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നു എന്ന വ്യാഖ്യാനം സത്യത്തിൽ ശരിയല്ല. ഒന്ന് വിശദീകരിക്കാം. അത് സ്മൃതി ഞാനൊന്ന് വിശദീകരിക്കാൻ അത് അനുവദിക്കോ? ഞാനൊന്ന് വിശദീകരിക്കാൻ അനുവദിക്കോ? അതായത് 4 രൂപ 29 പൈസ എന്ന് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് ആണ്. അതായത് ദിവസം മുഴുവനുള്ളതാണ്. 465 മെഗാവാട്ടിൽ നിന്ന് ദിവസം മുഴുവൻ കിട്ടുന്ന വൈദ്യുതി നമുക്ക് 10 മില്യൺ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 1 കോടി യൂണിറ്റാണ് കിട്ടുക. ഇതിനകത്ത് വൈകുന്നേരത്തെ പീക്ക് സമയത്ത് നമുക്ക് കിട്ടുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ 2 മില്യൺ യൂണിറ്റ് ആണ്. 2 മില്യൺ യൂണിറ്റിനാണ് നമ്മൾ പുറത്തുനിന്ന് 10 രൂപയ്ക്ക് വാങ്ങുന്നത്. അല്ലാത്ത സമയത്ത് പുറത്ത് നിന്ന് 1.5 രൂപയ്ക്കും 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ വൈദ്യുതി കിട്ടാനുണ്ട് ഇന്ത്യയിൽ. സോളാർ ടൈമിൽ ഈ വൈദ്യുതി വില ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1.5 രൂപ മാത്രമായിട്ടും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 429 പൈസ ഇതിനേക്കാൾ കുറഞ്ഞ രൂപയ്ക്കും വൈദ്യുതി കിട്ടുന്നുണ്ട്, കൂടിയ രൂപയ്ക്കും വൈദ്യുതി കിട്ടുന്നുണ്ട്. 8 മില്യൺ യൂണിറ്റ് വൈദ്യുതി നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. 2 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഏകദേശം 6 രൂപ 5.25 രൂപ കൂടിയ വിലയ്ക്കും കിട്ടും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഏകദേശം തുല്യമാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വൈദ്യുതി നിരക്ക് കുറയും. നമുക്ക് ഇതിനെ കൊണ്ടൊരു ഗുണമുണ്ട്. ആ ഗുണം ഇതിന്റെ സാമ്പത്തികത്തെക്കാളും വലിയൊരു ഗുണം എന്താ? 465 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ വൾണറബിൾ മാർക്കറ്റിൽ പോയി വിലപേശി വാങ്ങാൻ ശ്രമിക്കുന്നതിന് നമുക്കൊരു ചെറിയ സുരക്ഷ കിട്ടും. അതാണ് ആ കരാറിന്റെ ഏറ്റവും സവിശേഷത. 10-25 വർഷത്തേക്ക് നമുക്ക് തുടർച്ചയായി വൈദ്യുതി കിട്ടുന്നതിന് ഉറപ്പുള്ള ഒരു കരാർ കയ്യിലുണ്ട് എന്നതിനപ്പുറത്ത് ഇത് കൃത്യമായി നമുക്ക് ഓരോ കാലത്തെയും വൈദ്യുതി വരെ എങ്ങനെയാ മുന്നോട്ട് പോകുക എന്നതൊന്നും ഇപ്പം പ്രവചിക്കാൻ കഴിയില്ല. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാങ്കേതിക വിദ്യ തന്നെ മാറും. പെട്ടെന്ന് 2026 എത്തിയതുകൊണ്ടാണ് ഈ പറഞ്ഞ 2015 ഈ കരാർ റദ്ദാക്കിയ ശേഷം പിന്നെ അടുത്ത കൂടിയ തുകയ്ക്കാണല്ലോ വാങ്ങിയത്. അതാണ് ഞാൻ ചോദിച്ചത്. 2015 അല്ല, അവിടെ ഞാൻ പറഞ്ഞത് 2023 കരാർ റദ്ദാക്കിയതിനു ശേഷം ഞങ്ങൾ അത് അസസ് ചെയ്തിട്ടുണ്ട്. കരാർ റദ്ദാക്കിയതിനു ശേഷം ഏറെക്കുറെ ആ കരാറിന് തുല്യമായ റേറ്റിലോ അതിൽ കുറഞ്ഞ റേറ്റിലോ വൈദ്യുതി അറേഞ്ച് ചെയ്ത് തന്നെയാണ് 2026 വരെ ഈ 3 വർഷവും പോയിട്ടുള്ളത്. ദീർഘകാല കരാറല്ല. ഈ കരാർ റദ്ദാക്കരുത് എന്ന് തന്നെയാണ് നല്ലത്. നമ്മൾ യോജിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ യോജിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നോക്കൂ നമുക്ക് തർക്കമില്ലാത്ത കാര്യം. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് 2001 സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും പവർ കട്ട് തുടങ്ങി. 2006 വരെ പവർ കട്ട് ഉണ്ടായിരുന്നു. 2006 ശേഷം 2006 ഓഗസ്റ്റിൽ പവർ കട്ട് ഒഴിവാക്കി. അത് കഴിഞ്ഞ ശേഷം 2011
ഈ പറയുന്ന പോലെ മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നവരെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് മാസം നല്ല മഴക്കാലത്ത് വീണ്ടും നമ്മൾ പവർ കട്ട് തുടങ്ങി. അന്ന് വൈദ്യുതി പ്രതിസന്ധി അല്ല, ചില സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണ് പവർ കട്ട് തുടങ്ങിയത്. 2016 കേരളത്തിലെ പീക്ക് ഡിമാൻഡ്, ഏറ്റവും ഉയർന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 3860 മെഗാവാട്ട് ആയിരുന്നു. ആ 3860 മെഗാവാട്ട് പീക്ക് ഡിമാൻഡ് ആയിരുന്ന സമയത്ത് നമ്മൾ 200 മെഗാവാട്ട് ലോഡ് ഷെഡിംഗ് നടത്തിയിട്ടാണ് പോയത്. അതിനുശേഷം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷവും ലോഡ് ഷെഡിംഗും പവർ കട്ടില്ല. ഇപ്പം നമ്മൾ 6030 മെഗാവാട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഓൾറെഡി 6033 മെഗാവാട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 3860 മെഗാവാട്ടിൽ നിന്ന് 6033 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 2173 മെഗാവാട്ട് കൂടുതലായി ഡിമാൻഡ് വരുമ്പോഴും നമ്മൾ മീറ്റ് ചെയ്തു. ഇവിടെ ചെയ്ത 465 മെഗാവാട്ടിന്റെ ശേഷി കൊണ്ടല്ല നമ്മൾ വൈദ്യുതി വാങ്ങുന്നു, വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട് ജനങ്ങൾക്ക്, അല്ലെ? ഉപഭോക്താക്കൾക്ക് വലിയ കറണ്ട് ബില്ലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അല്ല 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ വൈദ്യുതി നിരക്കിൽ 47.93% വർധനവ് വരുത്തി. 2016 മുതൽ ഇത് 2026 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ചാർജ് വർധനവ് എന്ന് പറഞ്ഞത് 26.2%. ആർക്ക് വേണമെങ്കിലും ഈ കണക്ക് മുഴുവൻ റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കിട്ടും. അതായത് 10 വർഷം കൊണ്ട് 26% ചാർജ് വർധനവ്. നിങ്ങൾ പറഞ്ഞ് അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയിട്ടാണ് ഇത് നടത്തിയത്. അധിക വിലയ്ക്കും വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്, വില ഇല്ലാത്ത സമയത്തും വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. പവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദേശീയ വൈദ്യുത കമ്പോളത്തിൽ വൈദ്യുതി നമ്മൾ നേരെ പോയി 10 രൂപയ്ക്ക് വാങ്ങുകയല്ല ചെയ്യുന്നത്. 96 സ്ലോട്ടുകളിലാണ് വൈദ്യുതി വിൽക്കുന്നത്. ഓരോ 15 മിനിറ്റിലും വില കൂടുകയും കുറയുകയും ചെയ്യും. അവിടെ വില കുറയുന്ന സമയത്ത് പരമാവധി വൈദ്യുതി വാങ്ങുകയും നമ്മുടെ ശേഷി ഉൽപ്പാദിപ്പിക്കാതെ വെക്കുകയും, എന്നാൽ വില കൂടുന്ന സമയത്ത് നമ്മുടെ ശേഷി പരമാവധി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു ആസൂത്രണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വില കുറച്ച് നിർത്തിയിട്ടുള്ളത്. ദേശീയ ശരാശരി വൈദ്യുത വിലയുടെ ദേശീയ ശരാശരി, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ കൂടിയുള്ള ശരാശരി ഒരു യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കേന്ദ്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റിൽ പോയാൽ കിട്ടും 8 രൂപ 52 പൈസ. കേരളത്തിലെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നമുക്ക് വാങ്ങുന്ന ശരാശരി വില എന്ന് പറയുന്നത് 7 രൂപ 12 പൈസ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദേശീയ ശരാശരിയെക്കാളും 1 രൂപ 40 പൈസയ്ക്ക് കുറച്ചിട്ടാണ് കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്നത്. 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഈ നേട്ടം നേടിയിട്ടുള്ളത് എന്നത് കൂടി കാണണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഘോഷിക്കുന്നത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോട് കൂടി പറയുന്നത്. 10 വർഷം പുറത്തെ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു തേങ്ങയും അറിയാതെ എന്താണ് വൈദ്യുതി എന്ന് പോലും അറിയാതെ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും, അതാണ് വൈദ്യുതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതീശന് കിട്ടുന്ന നല്ല മറുപടി. കാരണങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഡേറ്റ അല്ലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്മൃതിക്ക് എന്താണ് ഇനി പറയാനുള്ളത്? സ്മൃതി എന്തായാലും പെട്ടു, അളിഞ്ഞ് നാറി അയാളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, ആ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹാഷ്മി ഇങ്ങനെ തന്നെ ഇരുന്നത്, തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ഹാഷ്മി ഇരുന്നു പോയി. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വിഷമം കൊണ്ട് ഹാഷ്മി വിളിച്ച് പറഞ്ഞു കാണും, എടാ സ്മൃതി മോനെ, ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്, അയാളൊന്ന് വലിച്ചു കീറി വിട്ടേക്ക്, എനിക്കൊന്നും പറ്റില്ല, ഞാൻ ചമ്മി നാറി, നീ ഒന്ന് വലിച്ചു കീറി വിട്ടേക്ക് എന്ന് വിളിച്ച് പറഞ്ഞു കാണും. അപ്പോൾ ഈ സ്മൃതി പറഞ്ഞു കാണും, ആ ഓക്കെ ഏട്ടാ ഇങ്ങോട്ട് വിട്ടോ, ഞാൻ അങ്ങോട്ട് കീറി വിടാമെന്ന്. എന്നിട്ട് അവസാനം എന്താണ് ഉണ്ടായത്? സ്മൃതിയെ വലിച്ചു കീറി വിടുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നത് ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയാതെ വെറുതെ കിടന്ന് മെഴുകുന്ന ഒരു മാപ്രയെ അല്ലെ ഒരു പാപ്പരാസിയെ, മാധ്യമ പാപ്പരാസിയെ കണ്ടം തുണ്ടമാക്കി വലിച്ചു കീറി വിടുന്ന ഒരു കാഴ്ച. ഇതൊരു കഷ്ടമാണല്ലോ. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യ കാര്യങ്ങൾക്കോ ഒന്നും പ്രതികരിക്കാതെ ഈ ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ പോയി കിടന്ന് ഉറങ്ങി അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്ത് നേരം വെളുത്താൽ വന്നിരുന്നുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മെഴുകുന്നതല്ലാതെ സ്മൃതി അടക്കമുള്ള ആളുകൾക്ക് വേറെ എന്തിനുണ്ട് കഴിവല്ലേ? ഇങ്ങനെ വെറുതെ മെഴുകി എന്തൊക്കെയോ ഈ നാട്ടിൽ ഇവർ ചെയ്യുന്നുണ്ടല്ലേ, എന്തൊക്കെയോ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു കോപ്പും ഇവർ ചെയ്യുന്നില്ല. ഇവരെ കൊണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. ഇതെന്തായാലും ആരും കണ്ടില്ല എന്നടിക്കരുത്. എല്ലാ ആളുകളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഓരോ കാര്യങ്ങൾ വൈരുദ്ധ്യം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും ശ്രമിക്കുന്ന സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവരെയും കൊണ്ട് ഈ നാടിനൊരു ഗുണവുമില്ല, എന്നാൽ ദോഷം മാത്രമേ ഉള്ളൂ താനും. എന്തായാലും സ്മൃതീഷനെയും വലിച്ചു കീറുന്ന, ഹാഷ്മിയെ വലിച്ചു കീറിയതുപോലെ തന്നെ സ്മൃതിയെ നല്ല സൗമ്യമായിട്ട് വലിച്ചു കീറുന്ന ഒരു മനുഷ്യനെ നമ്മളവിടെ കാണുകയാണ്. വെറുതെ ആരെങ്കിലും വായ്ത്താളം വിടുന്ന കേട്ട് വിശ്വസിക്കാതെ ഇങ്ങനെയുള്ള ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളെ വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കണം. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.